നമ്മുടെ ബോഡി ടൈപ്പിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? അതിന് നമ്മൾ ആദ്യം നമ്മുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ ബോഡി ടൈപ്സിനെ കുറിച്ചിട്ടും ഓരോ ബോഡി ടൈപ്പിനും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്കൊന്ന് നോക്കിയാലോ. ഇറ്റ്സ് മീ ഫർഹാന ഷിഹ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ബോഡി ടൈപ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 5 രീതിയിലാണ് കാണുന്നത്. ഫസ്റ്റ് വൺ റെക്ടാങ്കിൾ, സെക്കൻഡ് വൺ ട്രയാങ്കിൾ, തേർഡ് വൺ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, ഫോർത്ത് വൺ ഹവർ ഗ്ലാസ് ആൻഡ് ഫിഫ്ത്ത് വൺ റൗണ്ട് ഓർ ആപ്പിൾ ഷേപ്പ്. അപ്പോൾ ഓരോ ബോഡി ടൈപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ റെക്ടാങ്കിൾ. നമ്മൾ ബോഡി ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെഷർമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. ബേസ്റ്റിന്റെ, വേസ്റ്റിന്റെ, അതുപോലെ തന്നെ ഹിപ്പിന്റെ. ഈ ഒരു 3 മെഷർമെന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബോഡി ടൈപ്പ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരും. റെക്ടാംഗുലർ ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഹിപ്പ്, വേസ്റ്റ്, ബേസ്റ്റ് ഈ ഒരു 3 മെഷർമെന്റ്സിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല, ഏകദേശം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ബോഡി ടൈപ്പില് കേവി ലുക്ക് ഉണ്ടാവത്തില്ല. അതായത് നമ്മുടെ വേസ്റ്റിന്റെ പോർഷൻസിൽ നോർമലി എല്ലാവർക്കും ഒരു കേവ് ലുക്കാണ് വരുന്നത്. പക്ഷെ ഈ ഒരു ബോഡി ടൈപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേവി ലുക്ക് എവിടെയും ഉണ്ടായിരിക്കത്തില്ല. സോ നമ്മൾ മാക്സിമം ഡ്രസ്സിങ്ങിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ആയിട്ട് കേവി ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ അതിനായിട്ട് ഇവർക്ക് കൂടുതലായിട്ടും സ്യൂട്ട് ആവുന്നത് ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ്. അതായത് അനാർക്കലി പോലെയുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും സ്യൂട്ട് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവരൊരു ബെൽറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇവർക്ക് കൂടുതലായിട്ടും സ്യൂട്ട് ആവുക റൗണ്ട് നെക്ക് ആയിരിക്കും. റൗണ്ട് നെക്ക് ഇവർക്ക് നന്നായിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ട്രയാങ്കിൾ. ഈ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പിന്റെ മെഷർമെന്റ് നമ്മുടെ അപ്പർ ബോഡി, അതായത് ഷോൾഡറും ബെസ്റ്റ് ഈ ഒരു മെഷർമെന്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലോവർ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പർ ബോഡിയിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള നെക്ലേസസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്കാർഫ്സ് ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഈ ഒരു ട്രയാങ്കിൾ ബോഡി ടൈപ്പിനെ നമ്മൾ പെയർ ബോഡി ടൈപ്പ് എന്നും പറയാറുണ്ട്. തേർഡ് വൺ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. ഈ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ബോഡി ടൈപ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അപ്പർ ബോഡി ഷോൾഡറും ബെസ്റ്റിന്റെയും മെഷർമെന്റ് നമ്മുടെ ഹിപ്പിന്റെ മെഷർമെന്റിനേക്കാൾ കൂടുതലായിരിക്കും ഈ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ബോഡി ടൈപ്പിൽ. അപ്പൊ ഈ ഒരു ബോഡി ടൈപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലോവർ ബോഡി കൂടുതൽ വോളിയം തോന്നിക്കുന്ന രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യണം. അതിനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ബൾക്കി ആയിട്ടുള്ള ഷൂസസ് വെയർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി ടൈപ്പുകാർക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഫോർത്ത് വൺ ഹവർ ഗ്ലാസ്. ഈ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ബോഡി ടൈപ്പ് എന്നാണ് നമ്മുടെ ഹവർ ഗ്ലാസ് ബോഡി ടൈപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ബെസ്റ്റിന്റെയും ഹിപ്പിന്റെയും മെഷർമെന്റ് ഏകദേശം ഈക്വൽ ആയിരിക്കും. എന്നാൽ വേസ്റ്റിന്റെ പാർട്ട് ഒരു നാരോ ആയിട്ടുള്ള ഒരു കേവി ലുക്ക് വന്നിട്ടുള്ള ബോഡി ടൈപ്പാണ് ഹവർ ഗ്ലാസ് ബോഡി ടൈപ്പ്. അപ്പൊ ഈ ഒരു ബോഡി ടൈപ്പിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ വേസ്റ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ ആ ഒരു വേസ്റ്റ് പാർട്ടിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതിനായിട്ട് നമുക്ക് ബെൽറ്റുകൾ യൂസ് ചെയ്യാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെൽറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റൗണ്ട് ഓർ ആപ്പിൾ ബോഡി ടൈപ്പ് ആണ്. ഈ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബേസ്റ്റിന്റെയും ഹിപ്പിന്റെയും മെഷർമെന്റിനേക്കാൾ കൂടുതലായിരിക്കും വേസ്റ്റിന്റെ മെഷർമെന്റ്. അതായത് ഇവരുടെ വേസ്റ്റ് ഭയങ്കര ബൾക്കി ആയിരിക്കും. സോ ഇവർക്കൊരു ബോഡി ബാലൻസിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ ഉണ്ടായിരിക്കത്തില്ല. സോ ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവരുടെ ഫേസിലാണ്. ഇവരുടെ ഫേസിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതിനായിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇയറിംഗ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെക്ലേസസ് യൂസ് ചെയ്യാം. പിന്നെ ഇവർക്ക് മേക്കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇവര് കട്ടിയുള്ള ഫാബ്രിക്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്സ്, അതായത് ശരീരത്തിൽ ഒട്ടി കിടക്കുന്ന രീതിയിലുള്ള ഫാബ്രിക്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ബോഡി എടുത്തു കാണിക്കും. അത് ഇവർക്ക് ഭയങ്കര ബോറായിട്ടായിരിക്കും തോന്നുന്നത്. സോ കട്ടിയുള്ള ഫാബ്രിക്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോഡി ടൈപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി അതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് എങ്ങനെ വെയർ ചെയ്യാം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.